ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ടോപ്പ് വൈറ്റ് സ്റ്റുഡിയോയിൽ നോക്കിയപ്പോൾ നമ്മുടെ ഡോളർ വന്ന് കിടക്കണത് എന്നും കാണാൻ പറ്റും. ഇന്ന് നോക്കിയപ്പോൾ ഡോളർ ഇല്ല, ലൈൻ വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഞാനാകെ പകച്ചു. പലരുടെയും ചാനൽ നഷ്ടപ്പെടണ്ടെന്നുള്ളത് കേട്ടു. അപ്പോൾ നമ്മുടെ ചാനൽ പോയാവോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചതാണല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് കയ്യിൽ കിട്ടിയ സംഭവം കൈവിട്ട് പോകുമ്പോൾ അത് ഏറ്റവും വലിയൊരു ദുഃഖകരമല്ലേ. അപ്പോൾ ഞാൻ രാവിലെ പലവട്ടം നോക്കിയിട്ടും സംഭവത്തിന് ഒരു പിടുത്തവും കിട്ടണില്ല എനിക്ക്. പക്ഷേ എനിക്ക് 2 ചാനലുണ്ടല്ലോ. അപ്പോൾ ആത്മീയതയിലേക്കുള്ള ജ്ഞാനം എന്നുള്ള ചാനലിൽ ഞാൻ പോയി നോക്കി. അപ്പോൾ അതിനകത്ത് ഈ ലൈൻ കിടക്കുന്നുണ്ട്. അത് നമുക്ക് മോണിറ്റൈസേഷൻ ആയതല്ലല്ലോ. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് പണ്ടത്തെ പോലെയാണ് കിടക്കുന്നത്. ഈ വലിയ ചാനലാണ് ഇങ്ങനെ നമുക്ക് കാണിക്കുന്നത്. ഞാനെന്നിട്ട് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ മോന് വിളിച്ചു പറഞ്ഞു. മോൻ പറഞ്ഞു, അത് അങ്ങനെയാണ് കാണിക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, ചിലപ്പോൾ ശരിയായി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രാവിലെ ഒരു ഇടത്ത് പോകേണ്ടതുണ്ടായിരുന്നു, ഒരു മരിച്ചറിയിപ്പിന് പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും എൻ്റെ ഉള്ളിൽ ഇത് ഒരു വിഷമം കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചൊന്നും നോക്കിയില്ല. അവിടെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെയും കണ്ട മനസ്സിന് വിഷമമല്ലേ, നോക്കിയിരുന്നില്ല. ഇവിടെ തിരിച്ച് 1:30 ആയപ്പോഴാണ് വന്നത് കേട്ടോ. വന്ന് അപ്പോഴും ഞാൻ നോക്കണില്ല, എനിക്ക് പേടിയായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീഡിയോ ഒന്ന് കാണാം, അതിനിയും പോയോ ആവോ ഇല്ലെന്ന് കരുതി വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ പെട്ടെന്ന് കാണാൻ കരുതി ജിജോ എന്ന് പറയുന്ന ആളുടെ വീഡിയോ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ആരും പേടിക്കണ്ട, എനിക്കും വന്നിരുന്നു. രാത്രി തുടങ്ങി എപ്പോഴും മെസ്സേജുകൾ ഇങ്ങനെ ദുരദുരാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാനും കണ്ടപ്പോൾ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓ, സമാധാനമായി. അപ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട്, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിലൊക്കെ വന്നിട്ടുണ്ടാകാം, അത് ഇതിന് മുൻപ് ഒരു തവണ ഇതിങ്ങനെ വന്നിരുന്നു. അപ്പോൾ അത് ശരിയായി, അപ്പോൾ ഇതും ശരിയാകുമായിരിക്കും, വന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ സന്തോഷ വാർത്ത, ഡോളർ കിടക്കുന്നുണ്ട്. അപ്പോൾ സമാധാനമായി. അങ്ങനൊരു പേടിച്ചു. അതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ വീഡിയോ. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലർക്കും മെസ്സേജ് ഇട്ട് ചോദിച്ചെങ്കിലോ എന്ന് വരെ ചിന്തിച്ചു. അതിനൊന്നും തുനിഞ്ഞില്ല. പിന്നെ ഇത് കണ്ടോടുകൂടി സന്തോഷമായല്ലോ. അപ്പം ഇതുപോലെ ആർക്കൊക്കെ വന്നു, എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടണേ. എനിക്ക് ആരൊക്കെ ഭയന്നു എന്നുള്ളതൊന്ന് അറിയണമല്ലോ. എന്നെ പോലെ ഭയം തട്ടിയവരും ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. രാത്രി 2 മണി തുടങ്ങി ഇരുന്ന് നോക്കുന്നതാണ്, ഇത് കാണാതെയായിട്ട് എന്ത് പറ്റിയാവോ എന്ന് കരുതി ആകെ പേടിച്ചു പോയി. ഇപ്പോഴാണ് ഒരു സമാധാനമായ എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം കൈവിട്ട് പോയില്ല, ദൈവത്തിന് സ്തുതി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ, ആരൊക്കെ ഭയന്നു എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഇനി ഞാൻ ചെറുതായിട്ട് ഒരു മീൻകറിയുടെ വീഡിയോ ഇന്ന് ഇടുന്നുണ്ട്, പാചകത്തിൽ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടാലോ. കേര മീൻ കറി വയ്ക്കാം. മീൻ വിനാഗിരിയൊക്കെ ചേർത്ത് കഴുകി വെടിപ്പാക്കി കൊണ്ടുവന്ന് വെച്ചേക്കണതാണ്.
ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കാഞ്ഞു. ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇട്ടു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് നനച്ചു വെക്കാൻ പോവുക. തക്കാളി ഇടുകയാണ്. ഒരു തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. ഇത് കോരി മാറ്റിയിട്ട് കടുകിട്ട് പൊട്ടിക്കാനുള്ളതാണ്. ഇത് അരച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ. കടുകിട്ടു. ഇനി വറ്റൽമുളകും ഇഞ്ചി ഇടാൻ പാണ്. വറ്റൽമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ കുതിർത്തി വെച്ചേർന്ന അരപ്പിടുകയാണ്. നമ്മൾ മുമ്പ് മൂപ്പിച്ചെടുത്ത തക്കാളിയൊക്കെ, ഉള്ളി തക്കാളിയൊക്കെ അരച്ചെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. ഉപ്പ് ഇടുകയാണ്. ഏകദേശം എണ്ണ തെളിഞ്ഞു തുടങ്ങി. പച്ചമുളക് ഒരു 4 പച്ചമുളക്. എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി പുളി വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഗ്രേവി തിളച്ചു. ഇനി മീൻ പീസ് ഇടാൻ പോവുക. നമ്മുടെ മീൻ കറി റെഡിയായി. ഷാപ്പിലെ കറി പോലെ ഉള്ള ഒരു ഒന്നാം തരം കറിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ഒരു കറിയാണ്. ഇനി ഇത് ഇത്തിരി വറ്റൂട്ടോ. ഇതിപ്പോൾ ഇറക്കി വെച്ചിട്ടുള്ളൂ ഞാൻ. ഇത്തിരി കൂടെ വറ്റും. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.